ഞങ്ങളുടെ ചാനലിൻ്റെ കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. കരി ഉമ്മത്തെന്ന് പറയുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് ആ ചെടിയെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് കരി ഉമ്മത്തെന്ന് പറയുന്നത്. നമുക്ക് ആ ചെടിയെക്കുറിച്ച് നോക്കാം. ഇതാണ് അതിൻ്റെ പൂവ്, നീല കളർ പൂവാണ്. കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ തണ്ട് മുഴുവൻ കടുത്ത നീല നിറമുള്ളതാണ്. ഇതല്പം പ്രായമുള്ള ഒരു ചെടിയാണ്. ഇലകളുടെ അടിവശത്തും അതേ നീല നിറം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് യഥാർത്ഥ കരി ഉമ്മത്തെന്ന് പറയുന്ന ചെടി. വിഷാംശമുള്ളതുമായ ഒരു ചെടിയും കൂടെയാണിത്. ഇതിൻ്റെ കായിൽ മുള്ളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ കായെല്ലാം തന്നെ വിഷമാണ്. ഇതിൻ്റെ വിത്ത് വിഷഗുണമുള്ളതാണ്. അതോടൊപ്പം തന്നെ ശുദ്ധി ചെയ്തതിന് ശേഷം മിക്ക മരുന്നുകളിലും ഇതിൻ്റെ വിത്ത് ഉപയോഗിക്കുന്നുണ്ട്. പലയിടത്തും കാണുന്നുണ്ടെങ്കിൽ തന്നെയും അപൂർവമായിട്ടുള്ള ഒരു സസ്യമാണിത്. ഏകദേശം 8 മുതൽ 10 അടി വരെ പൊക്കത്തിൽ ഇത് വളരും. നമുക്കിനി ഇതിൻ്റെ വിത്തുകളെ നോക്കാം. വിത്ത് ഉണങ്ങി പൊട്ടി നിൽക്കുകയാണ്. വിത്തുകൾ നമുക്ക് കണ്ടാൽ അറിയാം. തലച്ചോറിൻ്റെ രൂപത്തിലാണ് ഈ വിത്തുകളെല്ലാം തന്നെ രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ഈ ചെടിയുടെ തൈകളും വിത്തിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ വിത്തുകളെ ശുദ്ധി ചെയ്താണ് മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ബ്രൗൺ നിറത്തിലാണ് വിത്തുകൾ കാണപ്പെടുന്നത്. വിത്തുകൾ കൈകൊണ്ട് തൊട്ടതിന് ശേഷം കൈ കഴുകേണ്ടതുണ്ട്. കാരണം ഇത് വിഷാംശമുള്ളതാണ്. അണഞ്ഞു നിൽക്കുന്ന പൂക്കളാണ്. നമുക്ക് ചെടിയുടെ ഒരു മൊട്ട് കാണാൻ സാധിക്കും. അതിനുശേഷം ഇതിങ്ങനെ വളരുന്നു. അതിനുശേഷം പൂക്കൾ വളർന്ന് ഈ തരത്തിലാവുന്നു. ഇതിൻ്റെ തണ്ട് വളരെ മിനുസം തോന്നിക്കുന്ന വെൽവെറ്റ് തരത്തിലുള്ള കടും നീല കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കരി ഉമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. നീല കളറിലാണെങ്കിലും ഇതിനെ കരി ഉമ്മത്ത് അഥവാ കറുത്ത ഉമ്മത്തെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ നിൽക്കുന്നതെല്ലാം ഉണങ്ങിക്കരിഞ്ഞ വിത്തുകളാണ്. ഈ വിത്തുകൾ ശേഖരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. കാണുമ്പം തന്നെ അറിയാം.
തലച്ചോറിൻ്റെ ഷേപ്പിലാണ്. വിത്തുകൾ ശുദ്ധിയാക്കിയതിന് ശേഷം കൂടുതലും തലച്ചോറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പ്രകൃതി തന്നെ അറിയിക്കുന്ന ഒരു സിമ്പലാണിത്. പല മരുന്നുകളും ശരീരത്തിൻ്റെ പല അവയവങ്ങളുമായി രൂപസാദൃശ്യമുള്ളതായിരിക്കും. ആ മരുന്നുകൾ വ്യത്യസ്തമായ രൂപത്തിൽ ആ അവയവങ്ങളുടെ ചികിത്സയ്ക്കായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. കരിയുമ്മത്തിനെ സംസ്കൃതത്തിൽ കൃഷ്ണദത്തൂര എന്നാണ് അറിയപ്പെടുന്നത്. ദത്തൂര മീറ്റൽ എന്നാണ് ശാസ്ത്രീയ നാമം. ടോൺ ആപ്പിൾ എന്ന് ഇംഗ്ലീഷിലും അറിയപ്പെടുന്നു. പ്രധാനമായും ഉമ്മത്ത് 2 തരത്തിലുണ്ട്. ദത്തൂര സ്ട്രാമോണിയം എന്ന വെള്ള ദത്തൂരയും ദത്തൂര മീറ്റൽ എന്ന നീലയും. രാജനിഘണ്ടു എന്ന സംഹിതയിൽ 5 വിധത്തിലുള്ള ഉമ്മത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്വേതം, നീലം, കൃഷ്ണം, രക്തം, പീതം എന്നിവ. കനകാസവം, സൂതശേഖരരസം, മഹാവിഷഗർഭതൈലം, ഉമ്മത്തരസം എന്നീ യോഗങ്ങളിലെ പ്രധാന ചേരുവയാണ് ഉമ്മത്ത്. ആസ്മ രോഗമുള്ളവർക്കും ശ്വാസം മുട്ട് മുതലായവ അനുഭവപ്പെടുന്നവർക്കും ഉമ്മത്തിൻ്റെ 2 വിത്തുകൾ കത്തിച്ച പുക 3 ദിവസം തുടർച്ചയായി ശ്വസിച്ചാൽ മാറുന്നതാണ്. അപസ്മാരമുള്ളവർക്കും ഈ തരത്തിൽ തന്നെ ധൂമനസ്യമാക്കി ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നല്ല ഫലമാണ് കണ്ടുവരുന്നത്. വിത്തുകൾ ശുദ്ധി ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ കാര്യം പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇതിൻ്റെ വിത്തുകൾ വിഷാംശമുള്ളതിനാൽ ശുദ്ധി ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ആയുർവേദ സംഹിതകളിൽ കരിയുമ്മത്തിൻ്റെ വിത്തിൻ്റെ ശുദ്ധിയെക്കുറിച്ച് പ്രത്യേകം തന്നെ പരാമർശിച്ചിട്ടുണ്ട്. കാൽമുട്ടുവേദന, നടുവേദന എന്നിവയുള്ളവർക്ക് കരിയുമ്മത്തിൻ്റെ ഇലകൾ മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു കോട്ടൺ തുണിയിൽ കിഴിയുണ്ടാക്കിയ ശേഷം ചൂട് നല്ലെണ്ണയിൽ മുക്കി വേദനയുള്ള ഭാഗത്ത് തടവിയാൽ ഉടൻ തന്നെ വേദന മാറുന്നതാണ്. ഇങ്ങനെ കരിയുമ്മത്തിൻ്റെ ഗുണങ്ങൾ അനവധിയാണ്. കരിയുമ്മത്തിനെ കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനലിൻ്റെ കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.